കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളിവായോ. ഞാൻ കണ്ണെഴുതി പൊട്ട് ഇടുക മാത്രമല്ല കേട്ടോ, കുറച്ച് പുട്ടിയും കൂടെ മുഖത്തിട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ അതില്ലാതെ ഞാൻ സാരിയൊക്കെ കൊടുത്താണ് വന്നേക്കുന്നത്. ഭയങ്കര സന്തോഷമായപ്പോൾ ഞാൻ അതിൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയാലോ. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി സുന്ദരമായിട്ട് നിൽക്കുമ്പോൾ ഓർക്കും അയ്യോ ഒന്ന് ഒരു അബ്ഡും ഒക്കെ ചെയ്തിട്ട് അതേ ഇച്ചിരി പൂവൊക്കെ കുത്തിട്ട് പോകുന്നൊരു സ്റ്റൈലായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാനൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇതുപോലുള്ള ഹെയർ പിൻസിൻ്റെ നടുക്കൂടെ താഴോട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവേഴ്സിൽ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ പോവാണ്. സിമ്പിളായിട്ട് തന്നെ രണ്ടറ്റത്തിന് 2 വാലൊക്കെ കൊടുത്തതിന് ശേഷം പുറകോട്ട് മുടി ഇതുപോലെ നിങ്ങൾ കെട്ടിക്കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തോളൂ. ഞാൻ പുറകോട്ട് പിടിച്ച് ചുമ്മാ ഇങ്ങനെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ മടക്കി കെട്ടത്തില്ലേ, അല്ലെ എയർ ഹോസ്റ്റസ് സ്റ്റൈലോ എങ്ങനെ വെള്ളം പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ ഒരു ഹെയർ പീസോടെ വെച്ച് കൊടുത്തപ്പം എത്ര കുഞ്ഞു മുടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമ്മുടെ പൂക്കളൂടെ കുത്തിക്കൊടിഞ്ഞപ്പം അടിപൊളിയായിട്ടുണ്ട്. 2 പൂക്കളായിട്ടോ അല്ലെങ്കിൽ 3 ആയിട്ടോ എങ്ങനെ വെള്ളം നിങ്ങൾക്ക് കുത്തിക്കൊടുക്കാം. എന്താ ഈ ഒരു ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ള, അതിന് വേണ്ടി ഹെയർ സലോണിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എത്ര ഫാസ്റ്റാണ് ഞാൻ ചെയ്തതെന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴേക്ക് സിമ്പിൾ സാരി ആണെങ്കിലും മതി, നമ്മൾ നന്നായിട്ട് അത് ഉടുത്ത് ഒരുങ്ങി പോകുന്നതിലാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പൂക്കൊള്ളൊളിന്തിരക്കും കനിക്കൂട്ടം അതിശയം വണ്ണത്ത് പൂച്ചിയുടമ്പ്